യെസ്, സെക്കൻഡ് ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും, പക്ഷേ പല കുട്ടികൾക്കും ഏറ്റവും ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക, വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ് ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. നോക്കാം. ഒരു ഫ്രാക്ഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, അതായത് അതിന്റെ ന്യൂമറേറ്ററിനോട് 1 ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 കിട്ടും. അതായത് ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/2 കിട്ടി. അതിന്റെ ഛേദത്തോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ, അതായത് ഡിനോമിനേറ്ററിനോട് 1 കൂട്ടിയിട്ട് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് 1/3 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഫ്രാക്ഷൻ എന്നതാണ് ചോദ്യം. ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഭിന്നസംഖ്യ എന്ന് പറയുമ്പോൾ വരേന്റെ മുകളിൽ ഒരു നമ്പർ ഉണ്ടാവും, വരേന്റെ അടിയിൽ ഒരു നമ്പർ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 1/2. വരേന്റെ മുകളിലുള്ള നമ്പറിനെയാണ് നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. വരേന്റെ അടിയിലുള്ള നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിനോമിനേറ്റർ അഥവാ അംശവും ഛേദവും. അംശവും അതുപോലെ ഛേദവും. ശരിയല്ലേ? അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്കറിയില്ല അംശം ഏതാണെന്നും ഛേദം ഏതാണെന്നും. നമ്മൾ എടുക്കുന്നു എക്സ് ആണ് അംശം, വൈ ആണ് ഛേദം. ഓക്കെ, അപ്പൊ നമ്മുടെ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ആരാണ്? x/y. ലെറ്റ് x/y ബി ദ ഫ്രാക്ഷൻ. നമുക്കറിയാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് അംശം എന്താണെന്നും ഒന്ന് ഛേദം എന്താണെന്നും. അത് x/y ആണെന്ന് നമ്മൾ എടുത്തു. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആദ്യത്തെ ക്ലൂ നമുക്ക് നോക്കാം. ന്യൂമറേറ്ററിനോട് 1 കൂട്ടിയപ്പോൾ, അല്ലെ, ഫംഗ്ഷന്റെ ന്യൂമറേറ്ററിനോട് 1 കൂട്ടിയപ്പോൾ, ന്യൂമറേറ്റർ ആരാ? എക്സ്. ന്യൂമറേറ്റർ എക്സ് ആണ്. ശരിയല്ലേ? എക്സ് ആണ് ന്യൂമറേറ്റർ. എക്സിനോട് 1 കൂട്ടി, വൈനോട് കൂട്ടിക്കോ? ഇല്ല, ന്യൂമറേറ്ററിനോട് 1 കൂട്ടിയപ്പോൾ ഫ്രാക്ഷൻ എന്തായി? 1/2. അതല്ലേ ആദ്യം പറഞ്ഞിട്ടുള്ള ക്ലൂ. നോക്ക്, ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ തലയ്ക്ക് മുകളിലുള്ളത് എക്സ്, വരയ്ക്ക് മുകളിലുള്ളത് എക്സ്. ആ എക്സിനോടാണ് 1 കൂട്ടിയിട്ടുള്ളത്. എക്സ് പ്ലസ് 1/y, അത് എത്രയാ? 1/2. ഇനി ഇതാണ് നമുക്കുള്ള ആദ്യത്തെ ക്ലൂ. രണ്ടാമത്തെ ക്ലൂ എന്താ? പകരം ഡിനോമിനേറ്ററിനോടാണ് 1 കൂട്ടിയതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാ? 1/3. എത്രയാവും? 1/3. അതായത് എക്സ് ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 1. അതായത് ഡിനോമിനേറ്ററിനോടാണ് 1 കൂട്ടുന്നതെങ്കിൽ എത്ര കിട്ടുക? 1/3. ഇതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള 2 ക്ലൂ. ഈ 2 ക്ലൂ ഉപയോഗിച്ച് നമ്മൾ 2 ഇക്വേഷൻ എഴുതി. ഓക്കെ ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ സാധാരണ കാണുന്ന ഇക്വേഷൻസിന്റെ ഫോമിലല്ല ഇതുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊന്നും ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിങ്ങോട്ടും ഇതിങ്ങോട്ടും. അപ്പോൾ 2 കൊണ്ട് ശ്രദ്ധിച്ചോ 2 കൊണ്ട് നമ്മൾ ആരെ മൾട്ടിപ്ലൈ ചെയ്യും? x+1നെ. 2 കൊണ്ട് x+1നെ മൾട്ടിപ്ലൈ ചെയ്യും. 1 കൊണ്ട് y-നെ മൾട്ടിപ്ലൈ ചെയ്യും. 2 × x 2x, 2 × 1 2, 1 × y. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എക്സും വൈയും നമ്മൾ ഒരു സൈഡിൽ എഴുതുക, വൈ ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്താകും? -y ആകും. ശരിയല്ലേ? വൈ ഈ സൈഡിലേക്ക് വരുമ്പോൾ -y. +2 അപ്പുറത്തേക്ക് പോകുമ്പോൾ +2 അങ്ങോട്ട് പോകുമ്പോൾ എന്താകും? -2. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇക്വേഷൻ. 2x - y = -2. ഇപ്പൊ നോക്ക്, നമ്മുടെ സ്ഥിരം ക്വസ്റ്റ്യൻസിലൊക്കെ കാണുന്ന ആ ഇക്വേഷന്റെ ഫോമിലേക്ക് ഇത് വന്നു. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഇതേപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 3 കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 കൊണ്ട് y+1നെ, 1 കൊണ്ട് എന്തിനെ ഗുണിച്ചാലും അത് തന്നെ കിട്ടും, y+1. 3 കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 കൊണ്ട് നമ്മൾ y+1നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 3x = y+1. വൈനെ എക്സിന്റെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 3x - y. ഇവിടെ 1 മാത്രം. കറക്റ്റ് അല്ലേ? 3x - y = 1 എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. y ഇങ്ങോട്ട് വരുമ്പോൾ എന്താ? ഇവിടെ -y. ശരിയല്ലേ? ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻസ് എഴുതി. 2 ക്ലൂ ഉപയോഗിച്ച് 2 ഇക്വേഷൻസ്. സിമ്പിൾ അല്ലേ? ഞാൻ ഈ 2 ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഇക്വേഷൻ ആദ്യം എഴുതാം. 3x - y = 1. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? ആദ്യത്തെ ഇക്വേഷൻ 2x - y = എത്രയാടാ? -2.
ഇതാണ് എൻ്റെ കയ്യിലുള്ള രണ്ട് ഇക്വേഷൻ. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ, ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും നോക്കിയാൽ മക്കളെ നിങ്ങൾക്ക് ഒരു കാര്യം കാണാം. എന്താണ്? വൈന്റെ എണ്ണം സെയിം ആണ് അല്ലേ? ഇക്വേഷനിൽ നോക്ക്, വൈന്റെ എണ്ണം സെയിം ആണ്. വൈന്റെ എണ്ണം സെയിം ആണ്, ശരിയല്ലേ? ചിഹ്നം നോക്ക്, വൈന്റെ മുന്നിലുള്ളത് അതും സെയിം ആണ്. സെയിം ചിഹ്നമാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ഷൻ. എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 3x 2x കുറച്ചാൽ എക്സ്, 3x 2x കുറച്ചാൽ എക്സ്. പിന്നെ ഇവിടെ ആരാ? ഒരു മൈനസ് വൈ ഉണ്ട്. അതിൽ നിന്ന് ആരെ കുറയ്ക്കണം? മൈനസ് വൈയിൽ നിന്ന് നമ്മൾ കുറയ്ക്കുന്നത് മൈനസ് വൈനെയാണ്. മൈനസും മൈനസും കൂടെ എന്താകും? പ്ലസ് ആകും. മൈനസ് വൈ പ്ലസ് വൈ, അതായത് വൈ മൈനസ് വൈ, അതെന്താകും? 0. മൈനസ് വൈ മൈനസ് മൈനസ് വൈ, അതെന്താകും? 0. ഇപ്പത്തോ 1 മൈനസ് 1 എന്താ കുറയ്ക്കുന്നത്? -2. 1 മൈനസ് -2 എന്ന് പറയുന്നത് 1 + 2 ആണ്. അതായത് എക്സ് എന്ന് പറയുന്നത് എത്രയാ? 1 2 കൂടെ കൂട്ടിയാൽ 3. എക്സ് 3 ആണെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടി. 1ൽ നിന്ന് 2 അല്ല കുറയ്ക്കുന്നത്, -2 ആണ്. 1 മൈനസ് -2, അതായത് 1 + 2 3. എക്സ് 3. എക്സ് 3 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം അല്ലേ? എക്സ് കിട്ടിക്കഴിഞ്ഞാൽ 2x മൈനസ് വൈ എന്ന് പറയുന്നത് എത്രയാ? 2xൽ നിന്ന് y കുറച്ചാൽ -2, ശരിയല്ലേ? ഇതാണ് നമ്മളുടെ കയ്യിലുള്ള ഇക്വേഷൻ. അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിക്കാം. 3x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 1. ഇതാണ് നമ്മളുടെ കയ്യിലുള്ള ഏത് ഇക്വേഷൻ? സെക്കൻഡ് ഇക്വേഷൻ. ഇതിൽ എക്സിന്റെ വാല്യൂ എത്രയാ? എക്സ് 3 ആണ്. എക്സ് 3 ആണ്. എക്സിന് പകരം 3. 3 × 3 മൈനസ് വൈ ഇസ് ഈക്വൽ ടു 1. 3 × 3 9. 9ൽ നിന്ന് y കുറച്ചാൽ 1 കിട്ടും. 9ന് എത്ര കുറച്ചാലാ 1 കിട്ടുക? 9ൽ നിന്ന് 8 കുറയ്ക്കണം, ശരിയല്ലേ? 9ൽ നിന്ന് 8 കുറയ്ക്കണം. സോ y എത്രയാ? 8. സംശയമുണ്ടോ? 9ൽ നിന്ന് y കുറച്ചാൽ 1 കിട്ടും. അപ്പോ y എത്രയാ? 8. സംശയമല്ല, സിമ്പിൾ. അപ്പൊ എക്സും കിട്ടി, വൈയും കിട്ടി. y ഈസ് ഈക്വൽ ടു 8. Therefore x/y ആണ് നമ്മുടെ ഫ്രാക്ഷൻ. അത് എത്രയാണ്? 3/8. ഫൈനൽ ആൻസർ 3/8. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ? സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ നിങ്ങളോട് പറയുകയാണേ, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഞാൻ തരാം, വെറുതെ ഒരു ഇക്വേഷൻ. 2x + 3y എന്ന് പറയുന്നത് 2x + 3y എന്ന് പറയുന്നത് 20 ആണെന്ന് വിചാരിക്കാം. 2x + 3y എന്ന് പറയുന്നത് 20 ആണെങ്കിൽ മക്കളെ y 2 ആണെങ്കിൽ x എത്രയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ഒരൊറ്റ കാര്യം കൂടെ നിങ്ങളോട് പറയാണ്, ഈ ചാപ്റ്ററിലെ ഒരുപാട് എക്സസൈസ് പ്രോബ്ലംസ് ഉണ്ട്, പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ സൈലത്തിന്റെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യണം. അതിന് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ കൂടെ ഞാൻ ഇവിടെ എഴുതി വെക്കുകയാണ്. 9995 400 800. ഈ നമ്പറിൽ വിളിക്കുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. വെറും 2999 രൂപയാണ് ഒരു വർഷത്തേക്ക് കേട്ടോ. ഓക്കെ, ഒരു വർഷത്തെ ഫീസാണ്. അടിപൊളിയായിട്ട് നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം. സോ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചോദ്യത്തിന്റെ ആൻസർ മക്കളൊന്ന് കമന്റ് കൂടെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.